ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ബിരിയാണി റെസിപ്പിയാണ്. ഇതൊരു സാധാരണ ബിരിയാണി അല്ല കേട്ടോ, മജ്ബൂസ് ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ ഇത് മജ്ബൂസും ബിരിയാണിയും കൂടി ചേർന്നിട്ടുള്ള ഒരു ഫ്യൂഷൻ ബിരിയാണിയാണ്. അപ്പം സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബിരിയാണിയാണ്. അതുപോലെ തന്നെ നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അധികം മസാലകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് അരിഞ്ഞെടുക്കാനോ ചതച്ചെടുക്കാനോ ഒന്നുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കണ്ടു നോക്കാം. ആദ്യം തന്നെ ചോറുണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ വെജിറ്റബിൾ ഗീ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ സാധാരണ നെയ്യിലോ അല്ലെങ്കിൽ ബട്ടറോ ഓയിലൊക്കെ യൂസ് ചെയ്യാം. ഇതിലേക്ക് ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 കിലോ അരിക്ക് ഒരു ഉള്ളി മതി കേട്ടോ, കൂടുതലായി പോകേണ്ട ആവശ്യമില്ല. ഒരു അത്യാവശ്യം ഒരു മീഡിയം വലിപ്പമുള്ള ഒരു ഉള്ളി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം പട്ട, അതുപോലെ 4 ഏലക്ക 4 ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ബേ ലീഫ്, അതുപോലെ ഒരു കഷ്ണം ചുക്കും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചുക്ക് ചെറിയൊരു കഷ്ണം മാത്രം മതി കേട്ടോ, അതിന് ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ഉണ്ട്. ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്കിത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കിലോ ചിക്കനാണ്. 1 കിലോ ചിക്കന് നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. സാധാരണ ബിരിയാണിക്ക് എടുക്കുന്ന അതേ ഒരു വലുപ്പത്തിൽ തന്നെ നമ്മൾ മുറിച്ചെടുക്കുക. ഒരുപാട് വലിയ പീസാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരു 3/4 ടീസ്പൂണൊക്കെ നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം പോലെ ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നമ്മളിപ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ ചിക്കനിൽ നിന്ന് ഒന്ന് വെള്ളം ഇറങ്ങി വരണം കേട്ടോ. ആ വെള്ളത്തിലാണ് നമുക്ക് ചോറുണ്ടാക്കിയെടുക്കാനുള്ളത്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാനൊന്ന് തുറന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ചിക്കൻ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് വീണ്ടും ഫ്രൈ ചെയ്തിട്ട് മസാലയൊക്കെ റെഡിയാക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ ചിക്കൻ വേവുക എന്നുള്ളതല്ല, ചിക്കനിന് ആ ഒരു വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ആ ഒരു ഫ്ലേവർ നമ്മുടെ ചോറിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ ചിക്കൻ്റെ പീസസൊക്കെ ഇതിൽ നിന്നൊന്ന് കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചിക്കൻ്റെ ആ ഒരു എസൻസ് മൊത്തം ഇതിലുണ്ട് കേട്ടോ. ഇതിലാണ് നമ്മൾ ചോറ് വേവിച്ചെടുക്കുക. അപ്പോൾ ചിക്കൻ്റെ പീസൊക്കെ നമുക്കിതിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ എല്ലാം ഞാനൊന്ന് കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് അരിക്ക് അല്ലെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ 4 ഗ്ലാസ് അരി ആയതുകൊണ്ട് തന്നെ ഒരു 6 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 6 ഗ്ലാസ് എന്നുള്ളത് ഒരു ഗ്ലാസ് ഞാൻ മുഴുവൻ എടുത്തിട്ടില്ല. നമ്മൾ ആ ഒരു ചിക്കൻ്റെ ആ ഒരു വെള്ളം കുറച്ചും കൂടെ ഉണ്ടല്ലോ, ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി കുറച്ച് മല്ലിയില പുതിനയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ വെള്ളം തിളക്കാനായിട്ടൊന്ന് അടച്ചു വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഈ ചിക്കനൊന്ന് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് മസാല പുരട്ടിയിട്ട് വെക്കാം. ഇതിൽ ഉപ്പും മഞ്ഞളൊക്കെ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി നിങ്ങൾ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മസാല പുരട്ടി വെക്കുക. ഒരുപാട് സ്പൈസി ആയിട്ടുള്ളൊരു ബിരിയാണി അല്ല കേട്ടോ ഇത്. മജ്ബൂസ് ചിക്കൻ ബിരിയാണി എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു അറേബ്യൻ റൈസിൻ്റെ ആ ഒരു ഫ്ലേവറാണ് നമുക്ക് റൈസിന് കിട്ടേണ്ടത്. അതുകൊണ്ട് തന്നെ അധികം എരിവൊന്നും പാടില്ല. നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം നമ്മളിതിലേക്ക് അരി കുറച്ച് സമയം കഴുകി കുതിർത്ത് വെച്ചിട്ടുള്ള അരിയാണ്, അത് വാർത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 15 to 20 മിനിറ്റെങ്കിലും എന്തായാലും നമ്മൾ അരി കുതിർക്കാനായിട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ അരി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാണോ നോക്കുക കേട്ടോ. വെള്ളത്തിൽ അത്യാവശ്യം ഉപ്പുണ്ടെങ്കിലേ നമുക്ക് ഇത് ചോറ് വറ്റി വരുന്ന സമയത്ത് ചോറിൽ ഉപ്പ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ടൊന്ന് ഒരു 1/4 വേവാകുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്, എന്നാലും മുഴുവനായിട്ട് വെള്ളം വറ്റിയിട്ടില്ല കേട്ടോ. ആ ഒരു നനവ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നമുക്കിത് ദം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും മതി, നമുക്ക് തീ ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും കുറച്ച് വെള്ളത്തോടു കൂടി തന്നെയാണ് ഇരിക്കുന്നത്, മുഴുവനായിട്ടും ഡ്രൈ ആയിട്ടില്ല. അപ്പോൾ നമ്മളിത് ദം ചെയ്യുന്ന സമയത്ത് അതും കൂടെ കഴിയുമ്പോൾ ശരിക്ക് ചോറ് നല്ല കറക്റ്റായിട്ട് വരും കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ചിക്കൻ്റെ മസാല ഒന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട്
അതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഈ ഓയിലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് എടുക്കാം കേട്ടോ. അപ്പോൾ മുളക് പൊടി പുരട്ടി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കനൊന്ന് രണ്ട് ഭാഗം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് തിരിച്ചിട്ടിട്ട് രണ്ട് ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ മസാലയൊന്നും ചിക്കൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറൂല കേട്ടോ, അത് ഡ്രൈ ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരുപാട് മൊരിച്ചെടുക്കരുത്. ഇതിലേക്ക് ഞാൻ ഒരു 2 ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ഉള്ളി ആയത് കാരണം 2 ഉള്ളി എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് കീറിയിട്ടൊന്നുമില്ല. അതുപോലെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ പച്ചമുളക് കീറി ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാം. അധികം സ്പൈസി അല്ലാത്തതുകൊണ്ട് തന്നെ മുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ മുളക് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്, അത് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ തൈരൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ തക്കാളീൻ്റെ ആ ഒരു പുളി മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ 3 തക്കാളി പറഞ്ഞാൽ ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് 3 എടുത്തിട്ടുള്ളത്. വലിയ തക്കാളി ആണെങ്കിൽ 2 മാത്രം മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഉള്ളിയും തക്കാളിയൊക്കെ ഈ ചിക്കനിൽ കിടന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് നമുക്കൊന്ന് വഴന്ന് വരേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അറേബ്യൻ മസാലയാണ്, അല്ലെങ്കിൽ കബ്സ മസാല, മന്തി മസാല, മജ്ബൂസ് മസാല എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏത് മസാല ആണെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. മജ്ബൂസ് മസാല തന്നെ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അറേബ്യൻ മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെക്കുക. അപ്പോൾ ആ ഒരു ഫ്ലേവറൊക്കെ മൊത്തം ചിക്കനിലേക്ക് കിട്ടും കേട്ടോ. അതിനാണ് അടച്ച് വെക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ ഉള്ളി തക്കാളി എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മസാലയ്ക്ക്. ഇനി കുറച്ച് നമ്മൾ മല്ലിയില പുതിനയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അറേബ്യൻ മസാലേൻ്റെ കൂടെ മല്ലിയില പുതിനയില ഒന്നും ഇട്ട് കൊടുക്കാറില്ല. അപ്പോൾ രണ്ടിൻ്റെയും കൂടെ ഒരു ഫ്ലേവറാണ്, അതുപോലെ രണ്ടിൻ്റെയും കൂടെ ഒരു സ്മെല്ലാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്, നമ്മുടെ സാധാരണ ബിരിയാണി പോലെയല്ല. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചോറിൻ്റെ മുകളിലേക്ക് ഈ മസാല ഇട്ട് കൊടുക്കുക. ഇനി പ്രത്യേകിച്ച് ഇതിലേക്കൊന്നും ചേർക്കില്ല കേട്ടോ. അപ്പോൾ ചോറിൻ്റെ ആ ഒരു മുകളിലേക്ക് ഞാൻ ഈ മസാല, ചിക്കൻ്റെ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ദം ചെയ്യാനുള്ളതാണ്. അതിന് മുമ്പായിട്ട് 1 ടീസ്പൂൺ ബട്ടറും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഒരു ബട്ടറും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഞാനൊരു 15 മിനിറ്റ് നമ്മൾ ചെറിയ തീയിൽ വേണം ഇത് ദം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരു ചിക്കനും ചോറും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് തന്നെ നന്നായിട്ട് ആവിയൊക്കെ കയറി നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ 15 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചോറ് വിളമ്പിയിട്ട് കഴിക്കാം കേട്ടോ. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല, നല്ല ടേസ്റ്റാണ്. അതുപോലെ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. ഈ റൈസ് നല്ലൊരു ഫ്ലേവർ ഉണ്ട് ഈ റൈസിന്, ചിക്കൻ്റെ വെന്ത ഒരു ഇതിൽ തന്നെ വേവിച്ചെടുത്തത് കൊണ്ട് തന്നെ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.